ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നമ്മുടെ വിഷയം അനിമോൾ അനീഷ് വിഷയം തന്നെയാണ്. അനീഷ് ഏട്ടൻ വളരെ കൃത്യമായിട്ട് അനിമോളെ ചെന്ന് കണ്ട് പറയുകയാണ്, എനിക്കങ്ങനെ ഒരു ഫീല് തോന്നി, അപ്പോൾ ഞാനത് പറഞ്ഞു, നിങ്ങളത് നിഷേധിച്ചു, അപ്പോൾ അതോടെ തീർന്നു, അത്രയേ ഉള്ളൂ. ഇനി അനിമോൾക്ക് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതിനിടയ്ക്ക് ആദിലയും നെവിനൊക്കെ കടന്നു വരുന്നുണ്ട്. നെവിൻ ഒളിച്ചിരുന്ന് കേൾക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഫ്രെയിമിൽ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ വെൽ ഡൺ അനീഷ്, വെൽ ഡൺ അനീഷ് ഏട്ടൻ അത് വളരെ കൃത്യമായിട്ട് പ്രശ്നം പറഞ്ഞവിടെ പരിഹരിക്കുകയാണ്, വളരെ ക്ലാരിറ്റി കൊടുക്കുകയാണ്. അനിമോൾ സന്തോഷത്തിന് തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് അനിമോൾക്ക് മനസ്സിലാകുന്നത്, ഇതിലെ എൻ്റെ ഗെയിം തീരാൻ പോവുകയാണോ. ഉടനെ തന്നെ ആദിലയുടെയും നൂറിൻ്റെ അടുത്ത് ചെന്ന് കിടന്നുകൊണ്ട് അവർ പറയുന്ന അവരുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കേൾക്കാനല്ല, അതൊന്നും കേട്ട പോലെയോ അല്ലെങ്കിൽ നൂറ ഫൈനൽ വീക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ടോപ്പ് 5 അല്ല എന്നറിഞ്ഞപ്പോഴുള്ള അവളുടെ സങ്കടത്തെ കേൾക്കുവാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ അവൾ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, എങ്ങാനും ഇതെന്നെ ബാധിക്കുമോ, എന്നെ പുറത്തിറങ്ങും ബാധിക്കുമോ, അതല്ലെങ്കിൽ ഇനി അനീഷിന് ഇനിയും എന്നോട് സ്നേഹമുണ്ട്, എനിക്കിത് ആണുങ്ങളുടെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ കൃത്യമായിട്ട് അനീഷ് പറഞ്ഞു, ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഓവർ, അതവിടെ തീർന്നു. പക്ഷേ നമ്മുടെ അനിമോള് അത് വിടുവാനായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനമില്ല. അത് തന്നെ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ എൻ്റെ കണ്ടൻറ് ഇതാണ്, എനിക്ക് കപ്പ് നേടാനായിട്ടുള്ള എൻ്റെ കണ്ടൻറ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിമോള് മുന്നേറുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും അനീഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന്. വിഷമമുണ്ടാകും, സ്നേഹം പറഞ്ഞു, അത് നിഷേധിച്ചു, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തു, അതാണ് മാന്യത. വെൽ ഡൺ അനീഷ്, വെൽ ഡൺ. സൺഡേ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷാനവാസ് നമ്മുടെ അനിമോൾക്ക് മാർക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനായിട്ട് എനിക്ക് തോന്നി. കാരണം എന്നാണെന്നറിയോ, അത്ര വളരെ കൃത്യമായിട്ട് 100 മാർക്ക് ഗെയിമർ എന്ന നിലയിൽ, ബാക്കിയെല്ലാം സഹാനുഭൂതി, സത്യസന്ധത, ആത്മാർത്ഥത, എല്ലാത്തിനും വളരെ താഴെയുള്ള ഒരു സ്കോർ കൊടുക്കുകയാണ്. അത് അവിടെ അനിമോൾ ആദ്യം വളരെ സന്തോഷത്തിൽ കഴിക്കും, ഞാനൊരു ഗെയിമറാണ്. പക്ഷെ ബാക്കിയെല്ലാം താഴെ കൊടുത്തിട്ട് ഷോനവാസ് അവിടെ, ഷോനവാസ് എന്ന് നമ്മളെല്ലാവരും അറിയാണ്ട് വിളിക്കുന്ന കേട്ടോ, ഷാനവാസ് അവിടെ വെളിവാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ അനിമോൾ ഒരു പക്ക ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ്. ബന്ധങ്ങളിൽ സ്ഥിരതയില്ല, സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല. വെൽഡൺ ഷാനവാസ്, ഇത് വളരെ നന്നായിട്ട് നമ്മുടെ അനിമോളെ പൊളിച്ചടക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുടെ കാര്യം പറയുകയാണ്, ഇത് ബിഗ് ബോസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഔട്ട്സൈഡ് അവരെ ടാർണിഷ് ചെയ്യാനോ അതല്ലെങ്കിൽ അവരുടെ പേര് മോശമാക്കാനോ യാതൊരു തരത്തിലുള്ള ലക്ഷ്യമില്ല. ബിഗ് ബോസ് എന്ന ഗെയിം ഷോ എന്ന് തീരുന്നോ അന്ന് ഈ തരത്തിലുള്ള ആ ഗെയിമിൻ്റെ ഉള്ളിലുള്ള അനാലിസിസ് നമ്മൾ തീർക്കുന്നതാണ്. പുറത്തിറങ്ങിയിട്ട് ഒരു തരത്തിലുള്ള ഡീഗ്രേഡിങ്ങും നമ്മൾ ബാക്കിയുള്ള PR നടത്തുന്ന പോലെ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ശൈത്യ. രണ്ടുപേരും, ശൈത്യയും അനിമോളും ഒരാൾക്ക് PR കൊടുത്തു. അപ്പോൾ PR നോക്കിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ കാശ് കിട്ടാനുള്ള സാധ്യത, അതല്ലെങ്കിൽ കൂടുതൽ എൻ്റെ പേര്, PRൻ്റെ പേര് ഉയർന്നു കേൾക്കാനുള്ള സാധ്യത അനിമോളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അനിമോൾക്ക് ഓൾറെഡി തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നിൽ നിന്ന് നമ്മളെല്ലാവരും കട്ടപ്പ എന്ന് വിളിച്ച് ശൈത്യയെ പിന്നിൽ നിന്ന് വേറൊരു കട്ടപ്പയായിട്ടുള്ള നമ്മുടെ PR തന്നെ കുത്തുകയാണ്. അങ്ങനെ നമ്മൾ നാശകോശമാണ്. വളരെ ദേഷ്യത്തോടും സങ്കടത്തോടും അത്രയേറെ ഡീഗ്രേഡിങ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നേരിട്ട ശൈത്യ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഇതെല്ലാം പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് എന്നെ കട്ടപ്പാന്ന് വിളിച്ചത്, നിൻ്റെ PR കാരണം, അല്ലെങ്കിൽ നമ്മുടെ PR കാരണം. നമ്മുടെ PR നിനക്ക് വേണ്ടിയിട്ട് എന്നെ പിന്നിൽ നിന്ന് കുത്തി, എൻ്റെ നിന്ന് കാശ് മേടിച്ചിട്ട്, എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എന്നെ പിന്നിൽ നിന്ന് കുത്തി. വളരെ വ്യക്തമായിട്ട് ശൈത്യ ഈ PR ഈ നാറിയ കളി എന്ന് ഞാൻ പറയും, സോറി ഫോർ യൂസിങ് ദാറ്റ് വേർഡ്, പക്ഷേ ആ നാറിയ കളി അവിടെ ശൈത്യ വെളിവാക്കുകയാണ്. അനിമോൾക്കൊന്നും പറയാനില്ല, അനിമോൾ മിണ്ടാതിരുന്ന് കേൾക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അനിമോൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം PR പുറത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇതൊരു എപ്പിസോഡ് റിവ്യൂ ഒന്നുമല്ല കേട്ടോ. എങ്കിലും കലാഭവൻ സരിക കയറി വരുമ്പോൾ പറയുന്നുണ്ട്, PR കൊണ്ട് സരികയ്ക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ. അപ്പോൾ പക്ഷേ അവൾ തന്നെ പറയുന്നുണ്ട്, അവളവിടെ സരിക എൻ്റെ അകത്ത് വാഴയായിരുന്നു, വീട്ടുകാരും വാഴ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ PRൻ്റെ ഡീഗ്രേഡിംഗ് ആണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമായിട്ട് കലാഭവൻ സരികയും ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് PR, അതിലേക്ക് നമ്മുടെ ചർച്ചകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം PR എന്താണ് ചെയ്യുന്നത്. നമുക്കറിയാം ഒത്തിരിയേറെ PR വളരെ
ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റാണ്. അവർ ആരൊക്കെ പോകാനായിട്ട് തയ്യാറാവുന്ന അപ്പം മുതൽ നമ്മുടെ പിന്നാലെ വന്നു. ഇപ്പം നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് വാതിൽ വന്ന് മുട്ടും. അതായത് ഞാൻ അനുമോളിൽ പി ആറാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പി ആർ ചെയ്യാം, നിങ്ങൾ ഒരു 10 ദിവസം നിൽക്കേണ്ടവരാണ്, പക്ഷേ അത് നിങ്ങളെ ഒരു 30 ദിവസം ആക്കാം, ചിലപ്പം നിങ്ങളുടെ കളി അനുസരിച്ച് ടൈറ്റിൽ വിന്നർ വരെ ആക്കാം, അതനുസരിച്ച് ഞങ്ങൾക്ക് ക്യാഷ് തന്നാൽ മതി. അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരെ നമുക്ക് തോൽപ്പിക്കാനോ ഇവരെ നേരിടാനോ നമുക്ക് പറ്റിയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും, രേവതിയുടെ റിവ്യൂ ഞാൻ കാണാറുണ്ട്, നമ്മളെല്ലാവരും മിക്കവരും തന്നെ കാണാറുണ്ട്. പക്ഷേ രേവതി ഈ പി ആറുകൾക്കത് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, പി ആറുകളാണ് ഒന്നിച്ച് ആക്രമിക്കുകയാണ്. രാജ് ടോക്സ്, സമ്മർ മീഡിയ, അൻസിഫ്, പിന്നെ ഒരു ബി വി ഉണ്ടല്ലോ, ഒരു ഫാത്തിമ, അവരൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇവർക്കെതിരെ. രാജ് ടോക്സിനെതിരെ രേവതി കുറച്ച് വീഡിയോ ഇട്ടു, അവസാനം ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് സലാം പറഞ്ഞ് രേവതിക്ക് പിന്മാറേണ്ടി. കാരണം എന്നാ, ഇവരോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഡീഗ്രേഡിങ്ങും എല്ലാം. കാരണം അതേപോലത്തെ ഒരു കോർപ്പറേറ്റാണ്, അതേപോലത്തെ ഒരു സംഘടിതമായ ഒരു ആക്രമണമാണ് പി ആറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇവർക്ക് ആർക്കും പി ആർ നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പി ആർ ഉണ്ട്. അന്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും പി ആർ ഉണ്ട്. മിക്കവരും തന്നെ ചെറിയ പി ആറുകൾ കൊടുത്തിട്ടായിരിക്കും പോരുന്നത്. പക്ഷേ അനീഷിനും പി ആർ ഉണ്ട്. പക്ഷേ അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ ഒരു ബിഗ് ബുക്ക് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവർക്കും പി ആർ ഉണ്ട്. പക്ഷേ എനിക്കറിയാവുന്നത് നെവിനും അനീഷേട്ടനും പി ആർ ഇല്ല. പക്ഷേ നമ്മൾ ഇപ്പം മീഡിയയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. ഒത്തിരിയേറെ തരത്തിലുള്ള ഫേസ്ബുക്ക് ഹാൻഡിലുകൾ, ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകൾ, യൂട്യൂബ് ചാനലുകൾ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം പി ആർ അല്ലേ? നമുക്ക് സംശയം തോന്നും. കാരണം ഇവിടെയാണ് പി ആറും ആർമിയും അല്ലെങ്കിൽ ആരാധകരും തമ്മിലുള്ള വ്യത്യാസം. ആ അനീഷേട്ടനുള്ളത് താനെ ചേർന്ന് വന്നവരാണ്. അനീഷേട്ടൻ്റെ കളി കണ്ടിട്ട് അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് അവർ ഫേസ്ബുക്ക് ഹാൻഡിലുണ്ടാക്കി, ഇൻസ്റ്റഗ്രാം ഹാൻഡിലുണ്ടാക്കി, അതൊക്കെ 1, 2, 3, 4 സീസണുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആർമി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, രജിത് സാറിനെ സപ്പോർട്ട് ചെയ്തപോലെ, റോബിനെ സപ്പോർട്ട് ചെയ്തപോലെ, അതല്ലെങ്കിൽ സാമോനെയും പേർലിനെയും ശ്രീനീഷിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തപോലെയുള്ള ഒരു ആരാധകരുടെ ഒരു കൂട്ടമാണ് നമ്മൾ പി ആർ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അനീഷ് ഒരിക്കലും പി ആർ കൊടുത്തിട്ടില്ല. വ്യക്തമായ തരത്തിലുള്ള അറിവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷ് പി ആർ കൊടുത്തിട്ടില്ല. അനീഷ് അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അനീഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പി ആറിൻ്റെ കാര്യം ചോദിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അനീഷിൻ്റെ അനുജനോട്. പക്ഷേ അവർ പി ആർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇഷ്ടമാതിരി ഫേസ്ബുക്ക് ഹാൻഡിലുകൾ, ഈവൻ അനീഷിന് അനിയൻ തന്നെ അഡ്മിനായിട്ടുള്ള ഫേസ്ബുക്ക് ഹാൻഡിലുണ്ടോ, ഒത്തിരിയേറെ ഫേസ്ബുക്ക് ഹാൻഡിലുകൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും പി ആർ അല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല, മറിച്ച് ആരാധകരാണ്, ഇഷ്ടമുള്ളവരാണ്. അത് കേരളത്തിലും ഗൾഫിലും അന്യനാടുകളിലുള്ള ഒത്തിരിയേറെ പേര്, അവർക്കും ഈ ഗൾഫിലും അന്യനാടുകളിലുള്ളവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരവരുടെ സ്നേഹം അനീഷിനോട് കാണിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് പി ആറും ആരാധകരും അല്ലെങ്കിൽ ആർമിയും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ തിരിച്ചു കയറി ബിഗ് ബോസിൽ കയറി ഒരാഴ്ച കൊണ്ട് എടുത്ത് എറിഞ്ഞതാണ്. കാരണം യാതൊരു തരത്തിലുള്ള കണ്ടന്റും കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ എന്താ കാണിച്ചു കൊടുക്കുന്ന അറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മുൻഷി രഞ്ജിത്തിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ മുൻഷി രഞ്ജിത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതേവരെ ചെയ്യാത്തവർ എനിക്ക് കുറേ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നേരെ അനീഷിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. മുൻഷി രഞ്ജിത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം ശരിക്കും അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വെൽക്കം ടു അല്ലെങ്കിൽ BigBossMatrimony.com, അതായത് ഇവിടെ ഒരു കല്യാണം കഴിക്കാനാണ്, ഇവിടെ പ്രപ്പോസ് ചെയ്യാനാണ്, ആ തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അനീഷ് വളരെ സൗമ്യമായിട്ട് അതിനെ നേരിടുകയാണ്, അതിനോട് മറുപടി കൊടുക്കുകയാണ്. അവസാനം ഇത് തനിക്കിട്ടുള്ള കുത്താണല്ലോ അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇളകിപ്പോയോ, നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് പറയാൻ സാധിച്ചില്ലേ എന്ന് മുൻഷി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനീഷ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, അത് ഞങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമാണ്. രാവിലെ തന്നെ ഇത് പറഞ്ഞു തീർത്തതാണ്. എനിക്കിഷ്ടപ്പെട്ടു, ഞാനത് എക്സ്പ്രസ് ചെയ്തു, അതവിടെ തീർന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് മാന്യമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ മാന്യമായിട്ട് ഉത്തരം പറഞ്ഞ് മുൻഷിയുടെ വായടപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ അനീഷിൻ്റെ പ്രേമവും ബാക്കിയുള്ള പ്രേമങ്ങളും തമ്മിലുള്ള ബിഗ് ബോസ് പ്രേമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷിൻ്റെ പ്രേമം, അനീഷിന് സ്നേഹം തോന്നി, ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി അത് ഹോൾഡ് ചെയ്തുകൊണ്ട് വെക്കണ്ട, ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ അവർ നോ പറഞ്ഞു, അല്ലെങ്കിൽ നോ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ അനീഷ് പതുക്കെ പിൻവാങ്ങുകയാണ്. പിൻവാങ്ങി കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്.
വേദനയോടുകൂടിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ആരോടെങ്കിലും ഐ ലവ് യു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യാണ്. അല്ലാതെ ബ്ലെസ്സി ചെയ്തതുപോലെ ബ്ലെസ്സിക്ക് എന്താ സംഭവിച്ചത്? നല്ല എനിക്കിഷ്ടമുള്ള കിടിലൻ ഗെയിമറാണ് കേട്ടോ. പക്ഷേ ദിൽഷയുടെ പുറകെ നടക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആക്ട് നമുക്ക് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കില്ല. അത് തന്നെയാണ് PR-കൾക്ക് ഏറ്റവും സങ്കടം. അനീഷിനെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനുമോള് ഒറ്റപ്പെടുകയാണ്. പുറത്തുനിന്ന് വരുന്ന എല്ലാവരും കൂടി അനുമോളെ ആക്രമിക്കുകയാണ്. അങ്ങനെ അനുമോൾക്ക് വോട്ട് കൂട്ടണം. ഞാൻ നിങ്ങളോട് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഗെയിം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണം, ആര് വിജയിക്കണമെന്ന് ചിന്തിക്കുക. എൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്, അക്ബറിനെ ഇഷ്ടമാണ്, ഷാനവാസ്, ആദില. ഈ പ്രാവശ്യത്തെ സീസൺ വളരെ മോശമാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. വളരെ തരത്തിലുള്ള അറിവുകൾ, ഒരു സോഷ്യൽ ലേണിംഗ് നമുക്ക് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിവിടെ ഒരു ആരാധകർ പോലും ആരും അറിയാതെ വന്ന അനീഷ് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പിടിച്ചു പറ്റിയെങ്കിൽ എൻ്റെ വോട്ട്, ഈ ആഴ്ചത്തെ എൻ്റെ വോട്ട് ഫൈനൽ ഫസ്റ്റ് വിന്നർ ആകണമെന്നുള്ള രീതിയിലുള്ള എൻ്റെ വോട്ട് അനീഷിനാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വോട്ട് ഫുള്ള് ചെയ്തത് നെവിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പലപ്പോഴും പലർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആഴ്ച കാരണം ഇനി ഒരു വിന്നർ വേണം. അനുമോള് വേണോ അനീഷ് വേണോ, ഇതാണ് ചോദ്യം. അതിൽ എൻ്റെ ഉത്തരം അനീഷ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരം എന്താണോ അത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. താങ്ക് യു.